അർദ്ധരാത്രിക്ക് ശേഷം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു വെളുത്ത ഫിയറ്റ് കാർ വന്നിറങ്ങി. അതവിടെ നിർത്തുന്നതും അതിൽ നിന്ന് മെല്ലെ ഒരാൾ ഇറങ്ങുന്നതും ഒളിഞ്ഞിരുന്ന പോലീസ് അങ്ങനെ കാണുന്നു. എന്നാൽ അത് അവർ ഉദ്ദേശിച്ച അമർ നായകാണ് എന്ന് ഉറപ്പിക്കാനുള്ള തെളിവൊന്നും പോലീസിന്റെ പക്കലില്ലതാനും. പെട്ടെന്ന് വെളിച്ചത്ത് വന്ന ഒരു പോലീസ് ഓഫീസർ ചിരപരിചിതനെ പോലെ അമറിന്റെ അടുത്തേക്ക് നീങ്ങി. പെട്ടെന്ന് ഹോയ് അമർ, തും ഇതർ കൈസേ എന്ന് ചോദിച്ചതും അത് പോലീസ് ആയിരിക്കുമെന്ന് ഊഹിച്ച അയാൾ പെട്ടെന്ന് പോലീസിന് നേരെ വെടിയുതിർത്തു ഇരുട്ടിലേക്ക് മറഞ്ഞു. അതോടെ അത് അമർ നായിക് തന്നെയെന്ന് ഉറപ്പിച്ച പോലീസ് സംഘം പിന്നാലെ എത്തി അമർ നായിക്കിന് നേരെ വെടിയുതിർത്തു. വിജയ് സലസ്കർ ആദ്യം മുട്ടിന് താഴെ വെടിയുതിർത്തു. പെട്ടെന്ന് വീണ അമർ നായിക് വീണ്ടും എണീറ്റ് നിന്ന് വിജയിനെ തിരിച്ചു വെടിവെച്ചുവെങ്കിലും അത് കൊണ്ടില്ല. അടുത്ത വെടി പൊട്ടുന്നതിന് മുമ്പ് വിജയ് സലക്സർ തൊടുത്തുവിട്ട ഒരു ബുള്ളറ്റ് അമർ നായികിന്റെ നെഞ്ചിൻ കൂടെ തകർത്തിരുന്നു. ഇന്ത്യൻ റെയിൽവേ കണ്ട ആദ്യ ഗ്യാങ് വാർ കൊലപാതകത്തിന്റെ അങ്ങനെ വിദർഭ എക്സ്പ്രസ് സാക്ഷിയായി. ആ കൊലപാതകത്തോടുകൂടി അമർ നായിക് യുഗത്തിന്റെ തിരശീലയ്ക്ക് തുടക്കമായി. കൊലപാതകത്തിന്റെ സൂത്രധാരൻ അശ്വിൻ നായിക് ജയിലിലായി. പോലീസിനെ ഭയന്ന് അമർ നായിക് ഇന്ത്യയിൽ എത്താതെയായി. ഈ അവസരം മുതലെടുക്കാനിറങ്ങി അരുൺ ഗാവ്ലി അടുത്ത കരുനീക്കങ്ങൾ തുടങ്ങി. അമർ നായിക്കിന്റെ വെൽവിഷറും ബോംബെയിലെ ശീതൽ വ്യാപാര സ്ഥാപന ഉടമയുമായിരുന്ന ബാബുഭായ് ഷായെ ധണ്ടി ചാലിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ അരുൺ ഗാവ്ലി തൻ്റെ ഏറ്റവും വിശ്വസ്തനായ സദാം മാമ പറഞ്ഞുവിട്ടു. എന്നാൽ ഗാവ്ലിയെ കാണാൻ ഷാ കൂട്ടാക്കിയില്ല. ക്ഷണം നിരസിക്കുന്നവർക്കുള്ള മറുപടിയും തോക്ക് സംസാരിച്ചിരുന്ന കാലം. 1994 മാർച്ച് 6 ശീതൽ മുതലാളിയുടെ തണുത്തുറഞ്ഞ ശരീരം ഗ്രാൻഡ് റോഡ് പാലത്തിന് താഴെ കിടന്നു. ഷായുടെ മരണത്തോടെ അമർ നായിക്കിന്റെ സാമ്പത്തിക സ്രോതസ് അങ്ങനെ വഴിമുട്ടി. നായിക്കിന്റെ പ്രഭാവം അവസാനിച്ചുവെന്ന് കരുതി ഭയന്ന ഷായുടെ മകൻ വിരേൻ ഷാ ധണ്ടി ചാലിലെത്തി അരുൺ ഗാവ്ലിയുടെ കാൽ കീഴിൽ 25 ലക്ഷം രൂപ വെച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഷായുടെ കൊലപാതകവും ആ വഴിക്ക് അരുൺ ഗാവ്ലി ഉണ്ടാക്കിയെടുത്ത നേട്ടത്തിനും ചുട്ട മറുപടി കൊടുക്കാൻ അമർ നായിക്കും തക്കം പാർത്തിരുന്നു. അപ്പോഴാണ് കട്ടാഹു മിൽസ് ഉടമ സുനിത് കട്ടാഹു തൻ്റെ 500 കോടി വിലമതിക്കുന്ന ബൈക്കുളയിലെ തുണിമില്ല് പ്ലോട്ട് അങ്ങനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. തുണിമിൽ കൂട്ടാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുവാദം ലഭിച്ചിരുന്നുവെങ്കിലും തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും സമ്മതപത്രം കിട്ടിയതിനു ശേഷം മാത്രമേ അത് പൊളിച്ചു മാറ്റുവാനും വിൽക്കുവാനും കഴിയൂ എന്ന നിബന്ധന കൂടി അതിലുണ്ടായിരുന്നു. തൊഴിൽ സംഘടനയായ RMMS തൊഴിലാളി നേതാവ് ഹരി ബാഹു നായിക്കും തക്കതായ പുനരധിവാസ പാക്കേജ് കിട്ടാതെ സമ്മതപത്രം ഒപ്പിട്ട് നൽകാൻ കൂട്ടാക്കിയില്ല. നേരത്തെ തന്നെ സുനിത് കട്ടാഹു അരുൺ ഗാവ്ലി പക്ഷമായിരുന്നു. ഇങ്ങനെയൊരു പ്രതിസന്ധി നേരിട്ടതോടെ കട്ടാഹു ഗാവ്ലിയുടെ സഹായം തേടി. ഗാവ്ലി അപ്പോൾ പൂനെയിലെ യെറോഡോ ജയിലായിരുന്നുവെങ്കിലും പുറത്ത് എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഗാവ്ലി തന്നെയായിരുന്നു. 500 കോടിക്ക് കച്ചവടം നടത്താൻ സഹായിച്ചാൽ അതിൻ്റെ 10% ഗാവ്ലിക്ക് നൽകാൻ സമ്മതിച്ച കട്ടാഹു അപ്പോൾ തന്നെ 3 കോടി രൂപ ഗാവ്ലി സംഘത്തെ ഏൽപ്പിച്ചു. ലൂസിഫറിൽ പറയുന്ന പോലെ അമർ നായിക്കിന്റെ നീക്കങ്ങൾ ചോർത്താൻ ഗാവ്ലിയുടെ ചാരൻ ഇപ്പുറത്തുള്ളതുപോലെ ഗാവ്ലിയുടെ നീക്കങ്ങൾ ചോർത്താൻ നായിക്കിന്റെ ചാരൻ ഗാവ്ലി പക്ഷത്തുമുണ്ടായിരുന്നു. അധ്വാനിക്കാൻ ഞങ്ങളും സമ്പാദിക്കുന്നത് നിങ്ങളുമാണോ എന്ന് ചോദിച്ച് ഹഫ്ത നൽകാൻ വിസമ്മതിച്ചു. അത് സങ്കടത്തിലേക്കും സിനിമയിൽ കാണുന്ന പോലെ മറ്റൊരു ഗുണ്ടാ നേതാവിനും വഴിവെച്ചു. അതാണ് അമർ നായിക്കിന് തുടക്കം. തുടർന്നങ്ങോട്ട് കുറ്റകൃത്യങ്ങളുടെ തേരോട്ടമായിരുന്നു. കുട്ടിയ ഗ്യാങ്ങുമായി കൊമ്പ് കോർക്കേണ്ടി വന്ന അമറിന് പിന്നിൽ കുറച്ച് പേർ കൂടി. കുട്ടിയുടെ കീഴിൽ തളർച്ചു വന്നിരുന്ന മദ്യ കച്ചവടത്തിന്റെ ഹഫ്ത പിരിവ് അമർ നായിക് പിടിച്ചടക്കി. പതിയെ ദാദർ ഏരിയയുടെ ഗുണ്ടാ നേതാവായി അമർ നായിക് അങ്ങനെ വളർന്നു. അതേസമയം ദാദർ പ്രദേശത്തിന് തൊട്ട് താഴെ കിടക്കുന്ന ബൈക്കുള്ള സാക്ഷാൽ അരുൺ ഗാവ്ലിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഗാവ്ലി തൻ്റെ മേഖല ദാദറിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചോടെ അമറിന്റെ ഏറ്റുമുട്ടൽ ഗാവ്ലി സംഘത്തോടായി. എന്നാൽ ഗാവ്ലി ഗ്യാങ്ങിനോട് ഏറ്റുമുട്ടാൻ തക്ക സാമ്പത്തികമായ പവർ അമർ നായിക്കിനില്ലായിരുന്നു. രാംഭട്ട് എന്ന ധനികന്റെ സഹായം തേടിയ നായിക് തൻ്റെ മേഖല വ്യാപിച്ചു. എതിർത്തവരെയൊക്കെ തൻ്റെ വാളിന് പണി നൽകി. നഗരത്തെ വിറപ്പിച്ച് അയാൾ മുന്നേറി. തെക്കൻ ഗുജറാത്തിലെ മയക്കുമരുന്ന് കുത്തക അടക്കി വാണ പട്ടാൻ ഗ്യാങ്ങിനൊപ്പം ചേർന്ന് ബോംബെയിലും മയക്കുമരുന്നൊഴുക്കി അധോലോക മേഖലയിൽ അരക്കെട്ട് പിടിച്ചു. അക്കാലത്ത് പ്രഭാദേവി ഏരിയ ഭരിച്ചിരുന്ന വാൽജി പാൽജി ബ്രദേഴ്സുമായും അമർ ചേർന്ന് പ്രവർത്തിച്ചതോടെ അമർ നായികിനെ അധോലോകം കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു കാലത്ത് ദാവൂദിന്റെയും നോട്ടപ്പുള്ളിയായിരുന്ന അമർ നായിക് 1985 ദാവൂദ് ബോംബെ വിട്ട് ദുബായ് ചേക്കേറിയപ്പോൾ ഇതേ അമർ നായിക്കിനെ മറ്റ് എതിരാളികളെ ഒതുക്കാൻ ഉപയോഗിച്ചു. അരുൺ ഗാവ്ലിയെ ഒതുക്കാൻ
ദാവൂദ് ഛോട്ടാ രാജൻ വഴി അമർ നായിക്കുമായി കൂട്ടുകൂടി. പിന്നീട് നഗരം സാക്ഷ്യം വഹിച്ച ഒരു കൊലപാതക പരമ്പരയ്ക്കായിരുന്നു. ഇരുഭാഗത്തും കുറേയധികം പേർ കൊല്ലപ്പെട്ടു. പകരത്തിന് പകരം ചോദിച്ചു. നഗരത്തിൽ ചോരപ്പുഴയൊഴുകി. എതിർ സംഘത്തിൽപ്പെട്ടവരെ കൊല്ലാൻ രാത്രിയും പകലും ചന്തയും ഒളിസങ്കേതങ്ങളും മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ചുപോലും കോടതി മുറികളിൽ വെച്ചുപോലും നരഹത്യകൾ തുടർന്നു. ഗാവ്ലി ഗ്യാങ്ങിലെ രമാ നായിക്, ബാബു രേഷ്യം, അരുൺ ഗാവ്ലിയുടെ മൂത്ത സഹോദരൻ പപ്പാഭായ്, അമർ നായിക്കിൻ്റെ ക്രോധത്തിനു മുമ്പിൽ പരലോകം പൂണ്ട പ്രമുഖർ നിരവധിയാണ്. ഈ സമയമൊക്കെ അമർ മുംബൈയിൽ നിന്ന് ബാങ്കോങ്ങിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും പറക്കുമായിരുന്നു. ഒറ്റ അനുയായികളിൽ നിന്ന് പോലും രഹസ്യമായി മാറി നിന്ന് പ്രവർത്തിച്ച അമർ നായിക്കിനെ പിടികൂടുക അന്ന് അസാധ്യമായിരുന്നു. അധോലോക രാജാവായിരുന്ന കാലത്ത് പോലും ആൾമാറാട്ടം നടത്തി തനിച്ചു ചെന്ന് ശത്രുക്കളെ നേരിട്ട് അവരെ കാലമുറിയിലേക്ക് അയക്കുന്നത് അമർ നായിക്കിൻ്റെ ഒരു ശീലമായിരുന്നു. ഈ ഒളിപ്പോരാട്ടവും നനച്ചിരിക്കാത്ത സമയത്തുള്ള പ്രത്യാക്രമണവും കാരണമാണ് എതിരാളികൾക്കിടയിൽ അമർ നായിക്കിന് രാവണൻ എന്ന പേര് വീണത്. അമർ നായിക്കിൻ്റെ ഇളയ സഹോദരൻ അശ്വിൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ജ്യേഷ്ഠൻ്റെ പാതയിൽ പോകാതെ ഗുജറാത്തിലെ ഒരു സമ്പന്നൻ്റെ മകൾ നീതിയെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ നിന്നും ബോംബെ എയർപോർട്ട് വഴി വന്ന് കാറിലൂടെ ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേ വഴി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഛോട്ടാ രാജൻ്റെ ആളുകൾ കാറിലേക്ക് വെടിയുതിർത്തു. തലങ്ങും വിലങ്ങും നടന്ന ഷൂട്ടിങ്ങിൽ നീതുവും അശ്വിനും കഷ്ടിച്ചാണെന്ന് രക്ഷപ്പെട്ടത്. ജ്യേഷ്ഠൻ അമറിൻ്റെ വഴിയിലൂടെ നീങ്ങിയില്ലെങ്കിൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ നീതു അമറിൻ്റെ സംഘവുമായി ചേർന്നു. ഹവാല വ്യാപാരിയായിരുന്ന നീതയുടെ പിതാവ് ഹരിലാൽ ജോട്ട്വയെ അശ്വിൻ കൂടെ കൂട്ടി. ബോംബെയിലെ ഹവാല മേഖലയിലും പിടിമുറക്കിയതോടെ ഗാവ്ലിയുടെ പക ഇരട്ടിയായി. ഹവാലയിലൂടെ അമർ നായിക് സംഘത്തിന്റെ വളർച്ച കണ്ട് കലികയറിയ ഗാവ്ലി അത് തകർക്കാൻ പദ്ധതിയിട്ടു. തന്റെ ഏറ്റവും വിശ്വസ്തനായ തനാജി കോലിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ജോട്ട്വ ഓക്കോ കഥം കരോ. അങ്ങനെ 1993 മെയ് 22 ഹരിലാൽ ജട്ട്വയെ താനാജി കോലി വധിച്ചു. ഭാര്യ പിതാവിന്റെ കൊലപാതകം അശ്വിന്റെ ക്രോധം വർദ്ധിപ്പിച്ചു. എങ്ങനെയെങ്കിലും താനാജി കോലിയോട് പകരം വീട്ടാൻ ഉറച്ചു. എന്നാൽ ഹരിലാൽ ജട്ട്വയുടെ കൊലപാതകത്തിന് പിന്നാലെ താനാജി കോലിയെ പോലീസ് പിടികൂടി അമരാവതി ജയിലിൽ അടച്ചു. ദാവൂദ് സംഘത്തിലെ നിരവധി പേർ ബോംബെ ജയിലുകളിലുണ്ട്. താനാജി കോലിയുടെ ജീവന് ഭീഷണിയായിരിക്കുമെന്ന് കരുതിയാണ് അവർ ബോംബെ ജയിലിലിടാതെ ദൂരെ അമരാവതി ജയിലിൽ കൊണ്ടുപോയത്. താനാജി കോലിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ വധിക്കാൻ അമർ നായിക് ആദ്യം പ്ലാൻ ചെയ്തുവെങ്കിലും അക്കാലത്ത് ബോംബെയിലെ കോടതി വളപ്പുകൾ നിരവധി ഗ്യാങ് വാറിന് സാക്ഷ്യം വഹിച്ച ഒരു പശ്ചാത്തലമുള്ളതിനാൽ പോലീസ് വൻ സുരക്ഷ ഒരുക്കിയിരുന്നത് ആ പദ്ധതി അങ്ങനെ ഒഴിവാക്കി. അവസാനം ഹരിലാൽ ജട്ട്വയുടെ കൊലപാതകത്തിൻ്റെ 120-ാം ദിവസം, അതായത് 1993 സെപ്റ്റംബർ മാസത്തിൽ താനാജി കോലിയെ വിദർഭ എക്സ്പ്രസിൽ വെച്ച് കൊലപ്പെടുത്തി. അമരാവതിയിൽ നിന്നുള്ള ട്രെയിനിൽ വൻ സുരക്ഷയിലാണ് കോലിയെ കൊണ്ടുവന്നതെങ്കിലും എല്ലാ സുരക്ഷയും കൊഞ്ഞനം കാട്ടി അമർ നായിക്കിൻ്റെ ആളുകൾ ട്രെയിൻ കല്യാൺ സ്റ്റേഷനിലെത്തിയപ്പോൾ പ്ലാൻ ചെയ്ത പ്രകാരം കൃത്യം നിർവഹിക്കുകയായിരുന്നു. 2021 മുംബൈ സാഗ എന്ന പേരിൽ ജോൺ എബ്രഹാമിനെ നായകനാക്കി ബോളിവുഡ് നിർമ്മിച്ച ഒരു ചിത്രം വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു.